പ്രൈസ് ദി ലോർഡ്. നാമത്തിൽ മാത്രമായിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിലാണ് നമ്മുടെ ആശ്രയം. ഹല്ലേലൂയ. നമ്മളെ വിടുവിക്കാൻ പറ്റുന്ന, നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഏതവസ്ഥയിൽ നിന്നും ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ അടുത്തു വന്ന് നമുക്ക് വേണ്ടി നിലനിൽക്കുവാൻ പറ്റുന്ന ഹല്ലേലൂയ ദൈവത്തിലാണ് നമ്മുടെ ആശ്രയം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുലുങ്ങിപ്പോവുകയില്ല. 118 സങ്കീർത്തനം ഹല്ലേലൂയ അതിന്റെ 6 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല. സ്തോത്രം. പേടിക്കേണ്ട ആവശ്യമില്ല. പേടിയുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രമെങ്കിൽ ഹാലലി ദൈവത്തോട് പറയണം, കർത്താവേ നീ എന്റെ പക്ഷത്തിരിക്കണമേ, നീ എന്നെ സഹായിക്കണമേ. ഹാലലിയ അതിന്റെ സ്തോത്രം ഹാലലി 8 വാക്യത്തിൽ വായിക്കുകയാണ്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അപ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാളും നമ്മൾ യഹോവയിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. ശ്രേഷ്ഠ പദവിയിലിരിക്കുന്ന മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കണം. എല്ലാ മനുഷ്യരും നമ്മളെ പോലുള്ളവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊരു തിരിച്ചറിവുണ്ടാകട്ടെ. സ്തോത്രം. എന്നെ പോലൊരു മനുഷ്യരിൽ ഞാൻ ആശ്രയിക്കുന്നതിനേക്കാളും ഹല്ലേലൂയ അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച എനിക്ക് വേണ്ടി സകലതും ചെയ്യുവാൻ കഴിയുന്ന അത്യുന്നതനായ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുമ്പോൾ ആ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന എന്റെ കാര്യങ്ങളെ നടത്തി തരുമെന്നുള്ള വലിയ വിശ്വാസവും ഉറപ്പും ധൈര്യമുള്ളവരായി നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. യഹോവ എന്റെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഭയപ്പെടുകയില്ല. യഹോവ എന്റെ ആശ്രയമായിരിക്കുന്നു. ഞാൻ ഹല്ലേലൂയ ഒന്നിനെ കുറിച്ചും ഭയപ്പെടാതെ എന്റെ ക്രിസ്ത്യ ജീവിതം സന്തോഷപരമായി ആനന്ദകരമായി സ്തോത്രം നിത്യതയിൽ എത്തുവോളം ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നുവെന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.